പോസ്റ്റൽ ഇൻഫോ പ്ലസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള 5ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത 4 ക്ലാസ്സുകളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതെല്ലാം ഒന്ന് ഓർഡറായിട്ട് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ. അപ്പോൾ ഇതിനു മുമ്പിട്ട് നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഉത്തരപർവ്വത മേഖല പറഞ്ഞ്, ഉത്തരമഹാസമതലം പറഞ്ഞ്, ഇനി പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കത്തും. പർവ്വതം ഒക്കെ നമ്മൾ അറിയാം, ഐഡിയ ഉണ്ട്. പർവ്വതം എന്ന് കേട്ടാൽ എന്തെന്ന് മനസ്സിലാക്കാനുള്ള. സമതലം എന്ന് കേട്ടാലും നമുക്ക് ഏകദേശം പിടികിട്ടും, വാലി. പക്ഷേ പീഠഭൂമി എന്ന് കേട്ടാൽ അത്ര ഐഡിയ ഉണ്ടാവില്ല ചിലർക്കൊക്കെ. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപ്, 2 വാക്കുകളാണുള്ളത്, ഉപദ്വീപീയ പിന്നെ പീഠഭൂമി. ഉപദ്വീപീയ, അതിനകത്ത് ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ആ വാക്കുകളൊക്കെ കേൾക്കുമ്പം അതെന്തൊക്കെയാണെന്നുള്ള ഐഡിയ മനസ്സിൽ വരണമെന്നൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപദ്വീപ് 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ്. അപ്പോൾ ഈ ഉപദ്വീപീയ അത് നമുക്ക് മനസ്സിലായി. ഇനി പീഠഭൂമിക്കകത്ത് പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിള്, പീഠം പോലുള്ള ഭൂമി, അതായത് ടേബിൾ പോലുള്ള ഭൂമി, ടേബിൾ ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആകൃതി നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാം. സീ ലെവലുമായിട്ട് നോക്കുമ്പം ടേബിൾ പോലെ നിൽക്കുന്ന ഭൂമി, അതായത് ഇച്ചിരി ഉയർന്ന്, സീ ലെവലിൽ നിന്ന് ഉയർന്ന് മുകൾ വശം ടേബിൾ പോലെ പരന്ന് കാണപ്പെടുന്ന ഭൂവിഭാഗത്തെയാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്ത് അതിവ്യാപിച്ച് കിടക്കുന്നു. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ സംഭവം? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഭാഗത്തായി വരുന്ന പീഠഭൂമി, ടേബിൾ ലാൻഡ്. ഇത് ഒറ്റ പീഠഭൂമിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതിനകത്ത് പല പീഠഭൂമികളുണ്ട്. നമ്മളതിനെല്ലാം ഒരുമിച്ച് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നു. ഇതിനകത്തുള്ള പല പീഠഭൂമികളെ പ്രധാനപ്പെട്ടതിനെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം എന്നൊരു ചോദ്യമുണ്ട്, അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അത് നിങ്ങൾ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പിന്നെ ഇതൊക്കെ എത്ര ഇതിൻ്റെ വലിപ്പമുണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നു. മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ഛത്തീസ്ഗഡ്, പിന്നെ ഈ സ്റ്റേറ്റ്സുകൾ, പിന്നെ കർണാടകത്തിൻ്റെ, മഹാരാഷ്ട്രയുടെ, തമിഴ്നാടിൻ്റെ, തെലങ്കാനയുടെ, ഒഡീഷയുടെ, പശ്ചിമ ബംഗാളിൻ്റെ ഒക്കെ ഭാഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉള്ളിലേക്ക് പോകാം. ആദ്യം ഇതിനൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെ കൂടുതൽ ഡീപ്പായിട്ട് അറിയാം. അതായത് നർമ്മദ നദിയെ അടിസ്ഥാനമാക്കിയിട്ട് 2ആയിട്ട് തിരിക്കുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയെ. ഇപ്പം നിങ്ങൾ മേളിൽ സ്ക്രീനിലൊരു പിക്ചർ കാണുന്നുണ്ട്. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ആ 2ആയിട്ട് തിരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? നർമ്മദാ നദിയുടെ അടിസ്ഥാനത്തിൽ. നർമ്മദാ നദിയെ ഇപ്പം നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. അപ്പം ഇതിന് വടക്ക് ഒരു സെപ്പറേഷൻ, ഇതിന് തെക്ക് ഒരു സെപ്പറേഷൻ. വടക്ക് തെക്ക് എന്ന് പറയാൻ പിടികിട്ടുമല്ലോ. ഞാനിപ്പം വടക്ക് തെക്ക് എന്നൊക്കെ പറഞ്ഞത് ഈ ഡയറക്ഷനും കൂടെ അങ്ങ് മൈൻഡിലോട്ട് വരാനാണ്. അപ്പോൾ നർമ്മദ നദിയുടെ വടക്ക് മേളിലെ ഭാഗം, ഈ ഭാഗം. ഇനി നർമ്മദ നദിയുടെ തെക്ക്, ഈ ഭാഗം. അപ്പോൾ നർമ്മദ നദിയുടെ വടക്കോട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്തെ മധ്യമേടുകളെന്നും, നർമ്മദ നദിയുടെ തെക്ക് ഭാഗത്ത് ഈ ഭാഗത്തോട്ട് കാണപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗത്തെ ഡെക്കാൻ പീഠഭൂമി എന്ന് തിരിക്കുന്നു. അപ്പോൾ നർമ്മദ നദിയുടെ വടക്കോട്ട് കാണപ്പെടുന്ന വടക്കായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗത്തെ മധ്യമേടുകളെന്നും, നർമ്മദ നദിയുടെ തെക്ക് ഭാഗത്തോട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗത്തെ ഡെക്കാൻ പീഠഭൂമി എന്ന് 2ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്താണെന്ന് മനസ്സിലാക്കി. ആക്ച്വലി അതൊരു സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഉയർന്ന് മേൽഭാഗം ഒരു ടേബിൾ പോലെ പരന്ന് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അത് 2ആയിട്ട് തിരിക്കുന്നു. അപ്പം നമ്മൾ അതിർത്തി രേഖകൾ വെച്ചാണ് രാജ്യങ്ങൾ തമ്മിൽ തിരിക്കുന്നത്. അതുപോലെ അങ്ങനെ ആ ഒരു സെൻസിലെടുത്താൽ മതി. നർമ്മദ നദിയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി 2ആയിട്ട് തിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗത്തോട്ട് മധ്യമേടുകളെന്നും വേറൊരു ഭാഗത്തോട്ട്
ഡെക്കാൻ പീഠഭൂമി എന്ന്. സിമ്പിൾ ഇത്രേ പറഞ്ഞോളൂ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഡിവിഷനിലേക്ക് നോക്കാം. അതായത് ഉപദ്വീപ പീഠഭൂമി രണ്ടായിട്ട് തിരിച്ചു, മധ്യമേടുകളെന്നും ഡെക്കാണെന്നും. ഇനി അടുത്ത മധ്യമേടുകളിനകത്ത് അതിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 2 പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഈ മധ്യമേടുകളിനെ ഇംഗ്ലീഷിൽ പറയുന്നത് സെൻട്രൽ ഹൈലാൻഡ്സ് എന്നാണ്. അപ്പോൾ ഈ സെൻട്രൽ ഹൈലാൻഡ്സിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഇതിലും എക്സെട്ര എന്നാണ് മാൾവ ചോട്ടാ നാഗ്പൂർ എക്സെട്ര ഇനിയുണ്ട് പീഠഭൂമികൾ. അപ്പോൾ മെയിനായിട്ടും മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇതൊക്കെയാണ് മധ്യമേടുകളിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കുഞ്ഞു ക്ലാസ്സുകൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ ഇതൊക്കെ ഈ സെൻട്രൽ ഹൈലാൻഡ്സിനകത്ത് വരുന്നതാണ്. ഇതുപോലെ ഡെക്കാൻ പീഠഭൂമിയിലും ഉണ്ടേ. അതിനകത്ത് മഹാരാഷ്ട്ര പ്ലാറ്റ്യൂ വരും, ആന്ധ്ര പ്ലാറ്റ്യൂ വരും, കർണാടക പ്ലാറ്റ്യൂ വരും, തമിഴ്നാട് പ്ലാറ്റ്യൂ വരും. അങ്ങനെ അതിനും ഡിവിഷനുണ്ട്, ഡെക്കാൻ പീഠഭൂമിനും ഡിവിഷനുണ്ട്. ഇനി ഈ ഏരിയയിൽ കവർ ചെയ്യേണ്ട കുറച്ചുകൂടി ടേംസുകളുണ്ട്. അതായത് ഉപദ്വീപ പീഠഭൂമിയിൽ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകൾ ഏതൊക്കെ? അങ്ങനെ ഒരു ചോദ്യത്തിനകത്ത് വരുന്നത് പീഠഭൂമി എന്ന രീതിയിൽ മാൾവ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, പിന്നെ പർവ്വതനിരയിനകത്ത് ആരവല്ലി പർവ്വതനിര വരും, വിന്ധ്യാനിരകൾ വരും, പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം, സത്പൂര നിരകൾ. ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോകണം. ഈ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ആരവല്ലി, വിന്ധ്യ ഇതൊക്കെ എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ ഇത് മാത്രമാണ് ആ ഭാഗത്തുള്ളത് പർവ്വതനിരകളായിട്ട് അല്ല. പക്ഷേ ഇത് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല അതിർത്തി പ്രദേശങ്ങൾ ഇത് വെച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും. അതായത് ഇപ്പോൾ ഇതിനകത്ത് മാൾവ, ഡെക്കാണ്, ഇതിൻ്റെയൊക്കെ അതിർത്തികൾ നമുക്ക് പറയേണ്ടതുണ്ട്, എവിടം വരെ കിടക്കും എന്നുള്ളത്. അപ്പോൾ ഇത് പലതും ഈ ഒരു പർവ്വതനിരകളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും ഇത് പറയേണ്ട ആവശ്യമുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ നമുക്ക് മധ്യമേടുകളിൽ നിന്ന് തുടങ്ങാം. മധ്യമേടുകൾ, സെൻട്രൽ ഹൈലാൻഡ്സ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പിക്ചറാണ് മധ്യമേടുകൾ. മധ്യമേടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആരവല്ലി പർവ്വതനിര, താഴെ വിന്ധ്യ കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ. പിന്നെ മാൾവ പ്ലാറ്റ്യൂ വരും, ബുന്ദേൽഖണ്ഡ്, ഭാഗേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. അപ്പോൾ ഇത്ര ഉൾപ്പെടുന്നതാണ് മധ്യമേടുകൾ. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും പ്ലാറ്റ്യൂസ് ഉണ്ട്. മെയിനായിട്ടുള്ള ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മധ്യമേടുകൾ. അപ്പോൾ ഇതിനകത്ത് മാൾവ പീഠഭൂമി നമ്മൾ പറഞ്ഞിരുന്നല്ലോ, മധ്യമേടുകളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്യൂ ആണ് മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ ഇതിനകത്ത് മാൾവ പീഠഭൂമിയാണ് സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ ഏറ്റവും വലിയ ഭാഗം. അത് നമുക്ക് പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും വലിയ ഭാഗമാണ് മധ്യമേടുകളുടെ മേജർ പോർഷനാണ് ഈ മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ നമ്മൾ നോക്കേ, ആരവല്ലി പർവ്വതനിര വരുന്നുണ്ട്, വിന്ധ്യ താഴെയായിട്ട് വിന്ധ്യ പർവ്വതനിര വരുന്നുണ്ട്, പിന്നെ മാൾവ പീഠഭൂമി വരുന്നുണ്ട്, ബുന്ദേൽഖണ്ഡ്, ഭാഗേൽഖണ്ഡ് പീഠഭൂമി വരുന്നുണ്ട്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് മധ്യമേടുകൾ എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പൊയ്ക്കോട്ടെ. അതായത് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ ഉപദ്വീപ പീഠഭൂമി പറഞ്ഞു, അതിനെ നർമ്മദാ നദിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്ന മധ്യമേടുകളെന്നും ഡെക്കാൻ പീഠഭൂമിയെന്നും. അതിൽ മധ്യമേടുകളാണ് പറയുന്നത്. മധ്യമേടുകളുടെ പിക്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആരവല്ലി, വിന്ധ്യ, മാൾവ, ബുന്ദേൽഖണ്ഡ്, ഭാഗേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ ഇത്രയും ഭാഗം കൂടെ ചേർന്ന് മധ്യമേടുകൾ ഫോം ചെയ്യുന്നു. താഴെ ഡെക്കാൻ പീഠഭൂമി ഒരു ത്രികോണാകൃതിയിലുള്ളതാണ്. ഇതങ്ങനെയുള്ളതല്ല, ആ ഒരു ഷേപ്പല്ല മധ്യമേടുകൾക്ക്. ഡെക്കാൻ പീഠഭൂമി ഏകദേശം ഒരു ത്രികോണാകൃതിയിലാണ്. അപ്പോൾ ചോദ്യോത്തരം എന്ന് പറയുന്നത് വിന്ധ്യയ്ക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്താണ്? കാണാം, മാൾവ പീഠഭൂമിയാണ്. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മാൾവ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. നോക്കൂ, മാപ്പ് നോക്കൂ, ഡയറക്ഷൻ നോക്കൂ. മാൾവ പീഠഭൂമി എന്ന് പറയുന്നത് മധ്യമേടുകൾ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മധ്യമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമിയാണ് അല്ലേ? നോക്കൂ, കിഴക്കാണ് ഡയറക്ഷൻ. ഇനി മാൾവ പീഠഭൂമിയുടെ അതിർത്തികൾ നോക്കാം. അതിൻ്റെ സൗത്ത് എന്ന് പറയുന്നത്, മാൾവ പീഠഭൂമിയുടെ സൗത്ത് എന്ന് പറയുന്നത് വിന്ധ്യയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ മേളിൽ ഞാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. മാപ്പിൽ ഡയറക്ഷൻ എങ്ങനെ നോക്കാമെന്നുള്ളതിനകത്ത് ആ ഡയറക്ഷൻ നോക്കിയിട്ട് നോക്കൂ. മാൾവയുടെ സൗത്തായിട്ട് വിന്ധ്യ, നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, അതാണ് എളുപ്പം നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ ആരവല്ലി, നോർത്ത് വെസ്റ്റായിട്ട് ആരവല്ലി റേഞ്ചസ് ആണ് പറയുന്നത്.
ഈ സൗത്ത്, നോർത്ത് വെസ്റ്റ് ഒക്കെ എങ്ങനെ നോക്കാമെന്നുള്ളത്, ഭൂപടത്തിൽ എങ്ങനെ നോക്കാമെന്നുള്ളത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ എല്ലാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട് ഈ ആരവല്ലി, വിന്ധ്യ, സത്പുര ആ റേഞ്ചസിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഡെക്കാനിലോട്ട് പോകാം. അപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതുക്കൾ എന്ന് പറയുമ്പോൾ മിനറൽസ്. പിന്നീട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ചുമ്മാ അറിഞ്ഞിരിക്കുക. പിന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി പരസ്നാഥ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ദാമോദർ നദി, അത് ഓർത്തിരിക്കുക. പിന്നെ മധ്യമേടിലൂടെ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികൾ ചമ്പലുണ്ട്, സിന്ധുണ്ട്, ബെത്തുവയുണ്ട്, കെന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികൾ. ഈ തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് ഇതൊക്കെ നമുക്ക് ഐഡിയ വേണം. ദിശകൾ മാപ്പിൽ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ള ഐഡിയ. ഇനി ആരവല്ലി പർവ്വതനിരയാണ് പറയുന്നത്. ആരവല്ലി പർവ്വതനിര നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഈ മധ്യമേടുകളുടെ ഭാഗത്തായിട്ട്. അതിൻ്റെ ഇപ്പോൾ സ്റ്റഡിയിലൊക്കെ അത് വന്നായിരുന്നു ആരവല്ലി. ഇപ്പോൾ ആരവല്ലിയാണ് പറയുന്നത്. ഞാനീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോരുത്. നമ്മൾ പീഠഭൂമി പറഞ്ഞു, അതിനായിട്ട് ഭാഗിച്ചു. മധ്യമേടുകൾ, ഡെക്കാണ്. അതിലെ മധ്യമേടുകൾ നമ്മൾ പറയുകയാണ്. മധ്യമേടുകളിനകത്ത് വരുന്ന ടേംസുകളാണ് ആരവല്ലി വന്നു, വിന്ധ്യ വന്നു, മാൾവ പീഠഭൂമി വന്നു, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വന്നു. അതിനകത്ത് ആരവല്ലി പറയുന്നു, വിന്ധ്യ പറയുന്നു, പിന്നെ നമ്മൾ ഡെക്കാനിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ, അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. പിന്നെ ആരവല്ലി പർവ്വതനിരയിലെ സുവാസ കേന്ദ്രം മൗണ്ട് അബു, അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, മൗണ്ട് അബു. പിന്നെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത കേന്ദ്രം, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ദിൽവാര ക്ഷേത്രം. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീർ. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും ആരവല്ലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസൊക്കെ ആയി. ഇതൊക്കെ ഒരുപാട് പറയാനുള്ള, ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ള ഏരിയകളാണ്. ഈ ആരവല്ലി തന്നെ ഒരു വീഡിയോ ആയിട്ട് പറയാനുള്ളതുണ്ട്. പക്ഷേ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഈ ഉപദ്വീപീയ പീഠഭൂമി നിങ്ങളോട്ട് തരുവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ പറഞ്ഞു പോകുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള പല ഹിസ്റ്ററിയുടെയും ഒക്കെ പോർഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മളിതെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് ഇതിനകത്ത് ഡീപ്പ് വർക്ക് ചെയ്യുക. അതായത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ MCQകൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് അങ്ങ് ഡെവലപ്പ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യം കാര്യം മനസ്സിലാക്കുക, വെറുതെ കാണാൻ പഠിച്ച് പോകാതിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ മധ്യമേടുകൾ പറഞ്ഞു, അതിനകത്ത് ആരവല്ലി പറയുന്നു. ഇനി വിന്ധ്യ, സത്പുര നിരകളിലേക്ക് പോകുന്നു. വിന്ധ്യ, സത്പുര നിരകൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിനകത്ത് ഈ വിന്ധ്യയാണ് വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും ഉള്ള ഡിവിഷന് ബേസ്. വിന്ധ്യ നിരകളെ അടിസ്ഥാനമാക്കിയാണ് ആ വിഭജനം നടക്കുന്നത്. പിന്നെ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുര. വിന്ധ്യ, സത്പുര നമ്മളെപ്പോഴും ഒരുമിച്ചാണ് അത് പഠിക്കുന്നത്. സത്പുരയിലേക്ക് വരുമ്പോഴത്തേക്കും മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട സുവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് ചോദിച്ചാൽ സത്പുരയാണ്. ഈ പച്മാർഹി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സത്പുര മധ്യപ്രദേശ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സത്പുര കടന്നു പോകുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ അതിനകത്ത് മധ്യപ്രദേശിൽ പെടുമല്ലോ. അപ്പോൾ ആ മധ്യപ്രദേശിലെ സുവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്നത് ഈ സത്പുരയിലാണ്. പിന്നെ സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ദുപ്ഗാർഹ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അസീർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുരയാണ്, അസീർഗഡ്. പിന്നെ ഒരു ചോദ്യം, സത്പുരയുടെ രാജ്ഞി അത് പച്മാർഹിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മധ്യപ്രദേശിലെ സുവാസ കേന്ദ്രം, അതായത് ടൂറിസ്റ്റ് പ്ലേസസ്, അതാണ് പച്മാർഹി, അതാണ് സത്പുരയുടെ രാജ്ഞി. അതുപോലെ ഡെക്കാൻ്റെ രാജ്ഞി പൂനെയാണ്. ഡെക്കാൻ്റെ രാജ്ഞി പൂനെ, അത് കണക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരെണ്ണം ഓർത്തിരിക്കുക വഴി മറ്റേ കൂടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഡെക്കാൻ പീഠഭൂമിയിലേക്ക് വരാം, ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചറിലേക്ക് ഉണ്ടെന്ന് നോക്കിയേ, അതിനകത്ത് ഇതിൻ്റെ അതിർത്തികളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പറയണമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നർമ്മദ നദിയുടെ സൗത്തിലായിട്ടാണ് ഈ ഡെക്കാൻ പീഠഭൂമി വരുന്നത്. മേളിലോട്ട്, അതായത് നോർത്തിലോട്ട് മധ്യമേടുകളാണ്. അപ്പോൾ നർമ്മദ നദിയുടെ സൗത്തിലായിട്ട് വരുന്ന ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലുള്ള, ഏകദേശം ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി, അത് എവിടെ തൊട്ടോടം വരെ? വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെ. പിന്നെ ഇതിൻ്റെ കിഴക്കാട്ട് പൂർവ്വഘട്ടമുണ്ട്, പടിഞ്ഞാറാട്ട് പശ്ചിമഘട്ടമുണ്ട്. ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഒരുപാട് പ്ലാറ്റേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു,
കർണാടക പ്ലാറ്റു, തമിഴ്നാട് പ്ലാറ്റു, ആന്ധ്ര പ്ലാറ്റു, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഒന്ന് പറഞ്ഞ് അതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടി വരും? നേരത്തെ മധ്യമേടുകൾ പറഞ്ഞ കണക്ക് ഇതിനകത്തപ്പോൾ നമ്മൾ പശ്ചിമഘട്ടം നോക്കേണ്ടി വരും. സത്പുര നമ്മൾ പറഞ്ഞു, പശ്ചിമഘട്ടം പഠിക്കേണ്ടി വരും, പൂർവ്വഘട്ടവും പഠിക്കേണ്ടി വരും. ഓക്കെ. ഡക്കാൻ പീഠഭൂമിയുടെ കാര്യത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. പിന്നെ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം കറുത്ത മണ്ണ്. ഭൂരിഭാഗ പ്രദേശങ്ങളിൽ ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ലാവ എന്ന് പറയുന്നത് അഗ്നിവ്രതം പൊട്ടിത്തെറിക്കുമ്പം പുറത്തേക്ക് വരുന്ന ഉരുകിയ പാറയുടെ ഫോം, അത് തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഡക്കാൻ. അപ്പോൾ ഈ ഒരു ലാവ എന്ന ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു കാര്യം കണക്ട് ചെയ്യുമെങ്കിൽ പറയാം. ഈ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ലാവ തണുത്തുറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പാണ് തണുത്തുറഞ്ഞ് ഫലമായി ഉണ്ടായൊരു പ്രദേശമാണ് ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഡക്കാൻ ട്രാപ്പ് മേഖല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശം ഡക്കാൻ ട്രാപ്പ് മേഖല. പിന്നൊരു ചോദ്യം വരുന്നത് ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. അത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്. ആ കോഡ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം. മഹാഗോഡ്, കൃഷ്ണ, കാവ് നല്ലതാ, അങ്ങനൊരു കോഡുണ്ട്. മഹാഗോഡ്, കൃഷ്ണൻ്റെ കാവ് നല്ലതാ. അപ്പോൾ അതിനകത്ത് നമ്മൾ മഹാനദി, ഗോഡ്, ഗോദാവരി, കൃഷ്ണ, കാവ്, കാവേരി, നല്ലത എന്നുള്ളത് നർമ്മദ, താപ്തി, നല്ലത നർമ്മദ, താപ്തി. അങ്ങനെ ഈ മഹാഗോഡ്, കൃഷ്ണ, കാവ്, നല്ലത എന്ന് പറയുന്നത് ഉപദ്വീപ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ്. അപ്പോൾ ഈ ഒരു കോഡിൽ നമ്മൾ ഓർത്തെടുക്കുന്ന നദികൾ എന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലാറ്റയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹാഗോഡ്, കൃഷ്ണ, കാവ്, നല്ലത എന്ന കോഡാണ്. അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവ്, കാവേരി, നർമ്മദ, താപ്തി. അതിനകത്തുനിന്ന് മഹാഗോഡ്, കൃഷ്ണ, കാവ് എന്ന് മാത്രം ആക്കുമ്പോഴത്തേക്കും അത് ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാകുന്നു. ഉപദ്വീപ പീഠഭൂമി ചോദിക്കുമ്പോഴത്തേക്കും മഹാഗോഡ്, കൃഷ്ണ, കാവ് നല്ലതാ. ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും മഹാഗോഡ്, കൃഷ്ണ, കാവ് വരെ മാത്രം മതി. ഓക്കെ. അടുത്ത തന്നെ നമുക്ക് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടെ നോക്കാനുണ്ട്. അതോടെ കൊണ്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം, ഉപദ്വീപ പീഠഭൂമിയുടെ ക്ലാസ് നിർത്താം. പശ്ചിമഘട്ടം ആദ്യം നോക്കാം. വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഏകദേശം അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പശ്ചിമഘട്ടം. അപ്പോൾ കേരളം ഒന്നാണ്. കേരളം തൊട്ട് അടുത്ത് തമിഴ്നാട്, തൊട്ടടുത്ത് കർണാടക, പിന്നെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അങ്ങനെയാണ് അത് കടന്നു പോകുന്നത്. ഇതിൽ നമുക്ക് ഇതൊന്ന് ഓർത്തിരിക്കാൻ പറ്റും. ചെറിയൊരു കോഡ് ഉപയോഗിക്കാം. അതായത് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണല്ലോ. അപ്പം ആദ്യത്തെ WG, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരം WG. അപ്പോൾ W തിരിച്ചുമ്പോഴത്തേക്ക് M, അപ്പോൾ M ഫോർ മഹാരാഷ്ട്ര. പിന്നെ 3G, ഗട്ട്സിൻ്റെ G, പിന്നെ 2G, അതായത് ഗുജറാത്ത്, ഗോവ. ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്കറിയാം. കേരളം, തമിഴ്നാട്, കർണാടക, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുണ്ടാകും, നമുക്കറിയാം. അപ്പം അത്രയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ട എക്കോളജിക്കലി പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് അറബിക്കടലിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അറിയാമല്ലോ, മാപ്പിൽ നോക്കുമ്പോൾ അറേബ്യൻ സീക്ക് പാരലായിട്ടാണ് പശ്ചിമഘട്ടം പോകുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആനമുടിയാണ് കേട്ടോ. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്ററിലാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ചെറിയൊരു കോഡ്. ആനയ്ക്ക് 2 കൊമ്പ്, അപ്പോൾ 2695. അപ്പം ആനയ്ക്ക് 2 കൊമ്പെന്ന് ഓർക്കുമ്പോഴത്തേക്കും ഓപ്ഷനകത്ത് 2ൻ്റെ ഒരെണ്ണ ഉള്ളെങ്കിൽ നമുക്കങ്ങനെ ഓർത്തെടുക്കാം. എന്നാലും ഏകദേശം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആനയുടെ 2 കൊമ്പ്, അപ്പോൾ 2695 ഓർമ്മ പെട്ടെന്ന് കിട്ടും. പിന്നെ മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം സഹ്യപർവ്വതം. അടുത്ത് തന്നെ നമുക്ക് പോകേണ്ടത് വേറെ സെക്ഷനാണ്. അതായത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് ഈ ഇടയ്ക്ക് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നപ്പം നമ്മൾ കേട്ടൊരു പേരാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അതൊരു പറഞ്ഞല്ലോ എക്കോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇപ്പം ഒരുപാട് മനുഷ്യരെ കൈകടത്തൽ മൂലം നാശനഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ
സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അത് എൻ്റെ പേരാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കേന്ദ്രത്തിന്. അത് ആ ഡേറ്റ് ഉണ്ട് 2011 ആഗസ്റ്റ് 31. 2011 ആഗസ്റ്റ് 31. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡുണ്ട്. കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാധവ് ഗാഡ്ഗിൽ, ഗാഡ്ഗിലിൻ്റെ അവസാനം എല്ലാണ്, അത് ഒന്നായിട്ട് എടുക്കുക. മാധവ് ഗാഡ്ഗിൽ ആദ്യം എം ഉണ്ട്, പിന്നെ അവസാനം എല്ലുണ്ട്. അപ്പോൾ 30 31. അപ്പോൾ 2011 ആഗസ്റ്റ് 31. അപ്പോൾ 31 നമുക്ക് മാധവ് ഗാഡ്ഗിൽ, ഇതൊക്കെ ചുമ്മാ ഒരു മെമ്മറി ലിങ്കാണേ. അപ്പം മാധവ് ഗാഡ്ഗിൽ M4 3, അവസാനത്ത് L4 അപ്പം 31. പിന്നെ ആഗസ്റ്റ് അപ്പം ആഗസ്റ്റ് എന്ന് ഓർത്തെടുക്കാം ഗാഡ്ഗിലിനകത്ത്. പിന്നെ എല്ലാം ഒന്നിൻ്റെ കളിയാണ്. അപ്പോൾ 2011. അപ്പോൾ ഈ 2011 ആഗസ്റ്റ് 31 നമ്മൾ ഓർത്തെടുത്തു. ഓക്കെ. അപ്പോൾ ഈ 2011 ആഗസ്റ്റ് 31 മാധവ് ഗാഡ്ഗിൽ ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ 2 ഡേറ്റ് കൂടെ നമുക്ക് പഠിക്കാം. അപ്പം ഇങ്ങനെ ഇനി ഞാൻ പറയുന്നത് ഇത് ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി ലിങ്കാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അപ്പം 2011 ആഗസ്റ്റ് 31 മാധവ് ഗാഡ്ഗിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച് അപ്പോഴാണ് യുനെസ്കോ ഇത് അറിയുന്നത്. യുനെസ്കോ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ യുനെസ്കോ ഇത് അറിയുന്നതും അവർ ലോക പൈതൃക പട്ടികയിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ വർഷം എന്ന് പറയുന്നത് 2012 ജൂലൈ 1. അപ്പോൾ 2011 ആഗസ്റ്റ് 11 മാധവ് ഗാഡ്ഗിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഇത് ലോകമെല്ലാം അറിയുന്നു. അങ്ങനെ ആലോചിക്കുക. അപ്പം 2011 കഴിഞ്ഞ് 2012 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലേ, മാധവ് ഗാഡ്ഗിൽ എല്ലാം ഒന്നിൻ്റെ കളിയാണ്. ജൂലൈ 1. പിന്നെ ഇതിനകത്ത് വെസ്റ്റേൺ ഗട്ട്സിനകത്ത് G ഉണ്ട്. ഇപ്പം ജൂലൈ ആണ്. G എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കോഡിന് വേണ്ടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ വെസ്റ്റേൺ G എന്നുള്ള ജൂലൈ 1 ഓർത്ത് വെക്കുക. വേറൊരു ഡേറ്റും കൂടെ വരുന്നുണ്ട്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ഒരു കമ്മിറ്റിയും കൂടെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നു. അതിൻ്റെ പേരാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഈ കസ്തൂരി രംഗൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച് 2013 ഏപ്രിൽ. അപ്പോൾ 3 വർഷം വന്നേ. ആദ്യം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 2011 ആഗസ്റ്റ് 31. അപ്പോൾ ലോകം മൊത്തം അറിയുന്നത് 2012 ജൂലൈ 1 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തുന്നു. പിന്നെ തൊട്ടടുത്ത വർഷം 2011, 2012, 2013 ഏപ്രിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഏപ്രിൽ എന്ന് ഓർത്തിരിക്കണമെങ്കിൽ ഓർക്കുക, ഇപ്പോൾ ഈ ഒരാൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പിന്നെയും ഒരു റിപ്പോർട്ട് അതിനകത്ത് ആ കാര്യത്തിൽ തന്നെ സമർപ്പിക്കുമ്പം മറ്റേ ആളെ ഫുള്ളാക്കുന്ന പോലല്ലേ, ചുമ്മാ ചിന്തിക്കുക. അപ്പോൾ ഏപ്രിൽ ഫൂള് അങ്ങനെ ഓർക്കുക. അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് 2013 ഏപ്രിലിൽ നിന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2011, 2012, 2013. 2011 മാധവ് ഗാഡ്ഗിൽ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. 2012 യുനെസ്കോയിൽ പൈതൃക പട്ടിക. ഈ പൈതൃക പട്ടിക എന്ന് പറയുന്നത് അത് ടേം ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. 2012 ജൂലൈ 1 പട്ടിക ഉൾപ്പെടുത്തുന്നു. പിന്നെ 2013 ഏപ്രിലിനകത്ത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വരുന്നു. ഓക്കെ. അങ്ങനെ 3 നമുക്ക് ലിങ്ക് ചെയ്ത് ഓർത്ത് വയ്ക്കാം. അടുത്തത് പൂർവ്വഘട്ടമാണ്. പൂർവ്വഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ്. മാപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. ബേ ഓഫ് ബംഗാളിന് പാരലാണ്. ഇത് മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. ഈ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പശ്ചിമഘട്ടം കണ്ടിന്യൂസ് ആണ് ഏകദേശം. പക്ഷേ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് റേഞ്ചസ് ആണ് വരുന്നത് അതിനകത്ത്. അപ്പോൾ ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്നത് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീലഗിരി കുന്നുകൾ എന്ന് പറഞ്ഞിട്ട് പൂർവ്വഘട്ടത്തിൽ ഒഴുകുന്ന നദികൾ അത് നേരത്തെ പറഞ്ഞ തന്നെ ഡക്കാണ്ട കേസിൽ പറഞ്ഞതൊക്കെ തന്നെ മഹാഗോഡ്, കൃഷ്ണ, കാവേരി. മഹാഗോഡ്, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഇത് ഏകദേശം തീർന്നു. ഇനി നമുക്ക് കുറച്ച് കോഡ് വൈസിട്ട് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഒരുപാട് കൺഫ്യൂസിങ് ടേംസുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കോഡ് വൈസ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അപ്പം വെസ്റ്റേൺ ഗട്ട്സ് W വൈൽഡായിട്ടുള്ള ആന, അങ്ങനെയൊക്കെ കാട്ടാന, വൈൽഡ് ആന. വെസ്റ്റേൺ അല്ലേ, വെസ്റ്റേൺ ഫോർ വൈൽഡ്. അപ്പം അങ്ങനെ ഓർത്തിരിക്കും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പൂർവ്വഘട്ടത്തിലാകുമ്പോഴത്തേക്കും ജിൻദാങ്കട എന്ന് പറഞ്ഞൊരു
കൊടുമുടിയാണ് ആന്ധ്രാപ്രദേശിലുള്ള. അപ്പോൾ അത് ഓർത്തിരിക്കാൻ പൂർവ്വഘട്ടം, പൂവ് എന്ന് ഓർത്തുക. അപ്പോൾ ഒരു പൂവ് അടർന്നു വീഴുന്ന സൗണ്ട് ജിന്താങ്കട എന്ന് പറയുമ്പോൾ ഇതാ കിടക്കുന്നു, അങ്ങനെ അപ്പോൾ ഒരു പൂവ് വീഴുന്നു, പൂതാ കിടക്കുന്നത്. അപ്പം അങ്ങനെ ഓർക്കുക. ജിന്താങ്കട ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പിന്നെ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ദോഡാബേട്ട, തമിഴ്നാട്ടിലെ. അപ്പോൾ അത് ബ്ലൂ ബേട്ട എന്ന് ഓർത്ത് വെച്ചാൽ ബ്ലൂ ബേട്ട നമുക്ക് ഓർത്ത് വയ്ക്കാം. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. സത്പുരയിലെ ധൂപ് ഗാർഹ് എന്നാണ് മധ്യപ്രദേശിലെ സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ധൂപ് ഗാർഹ്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് സത്പുര, പുര കത്തുന്നു. ധൂപം എന്ന് പറയുമ്പോൾ ഈ ചന്ദനത്തിരി പോലത്തുള്ള. അപ്പം പുര കത്തുന്നു, ചന്ദനത്തിരി കത്തുന്നു. അപ്പോൾ സത്പുര എന്നുള്ളതാണ് ധൂപ് ഗാർഹ് എന്ന് ഓർത്തെടുക്കാം. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ, രാജസ്ഥാനിലെ. അപ്പം ആരവല്ലി എന്ന് പറയുന്നത് വള്ളി എന്നുള്ള അർത്ഥമാണ്. ശിഖർ, ഗുരുശിഖർ, ശിഖരം എന്ന് പറഞ്ഞാൽ ഏകദേശം ചില്ല, ശാഖ. അപ്പോൾ അത് കണക്ട് ചെയ്യുക. ആരവല്ലി എന്നുള്ളതിനകത്ത് നിന്ന് വള്ളി ശിഖരം, മൗണ്ട് ഗുരുശിഖർ. അപ്പോൾ ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ. ഇനി ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം പരസ്നാഥ് കുന്നുകൾ. നമ്മൾ പറഞ്ഞായിരുന്നു ജാർഖണ്ഡിലെ പരസ്നാഥ് കുന്നുകൾ. അപ്പോൾ ഛോട്ട ചെറിയ എന്ന ചോട്ട, പരസ്നാഥ് പരന്ന് കിടക്കുന്ന ചെറിയ കുന്നുകൾ. ഛോട്ടാ നാഗ്പൂർ പരന്ന് കിടക്കുന്ന ചെറിയ കുന്നുകൾ. അപ്പോൾ ഛോട്ട പരന്ന്, അപ്പോൾ പരസ്നാഥ്. ഓക്കെ. ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ: താൽഘട്ട് ചുരം, ബോർഘട്ട് ചുരം, പാലക്കാട് ചുരം. അപ്പോൾ വെറുതെ ബോൽതാൽപാൽ എന്നോർത്തിരിക്കുക. ബോൽതാൽപാൽ, ബോർഘട്ട് ചുരം, താൽഘട്ട് ചുരം, പാലക്കാട് ചുരം. ഓക്കെ. ഇപ്പോൾ ഇത്തരമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉപദ്വീപ പീഠഭൂമി ഏകദേശം പറഞ്ഞു തീർത്തു. ഓക്കെ. ഇനി കുറച്ച് MCQ ഉൾപ്പെടുത്താം. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്, ക്ഷമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം വൈസിലാണ് നമ്മൾ ഓരോന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ആ ഏരിയ എന്നുള്ള, നമ്മൾ പഠിക്കുന്ന ഏരിയ എന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. ഓക്കെ. എന്തെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.